കിടന്ന് ഉറങ്ങുന്നത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിനകത്ത് എവിടെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സംബന്ധക്കറ ഉണ്ടാക്കും. എന്താ സംബന്ധക്കറയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? എന്താ സംബന്ധക്കറ ഉണ്ടാക്കുന്നത് അറിയില്ല. സംബന്ധക്കറ ഉണ്ടാക്കുക. മുടി കൊഴിക്കണം. മുടി കൊഴിക്കുകയല്ലേ? എന്താ മുടിയെല്ലാം കൊഴിക്കുക? അടിച്ച് കൊഴിക്കുക മുടി. ഫോൺ വിളിച്ചോണ്ടിരുന്ന മുടി കൊഴിക്കണം. ജോലി വേണ്ടത് അതിനൊപ്പം പറ്റണം. അതിന് ടാക്സ് കൊടുക്കണം തോന്നുന്നു. നല്ല ഇടിമടങ്ങി അവർക്ക് ടാക്സ് കൊടുക്കണം. പിന്നെ നല്ല ഇടിമടങ്ങാൻ ഫോൺ വിളിച്ചോണ്ടിരുന്ന കൊഴിക്കല ജോലിയൊന്നും കേസാടിയുണ്ട്. ഇതിനാക്കുമായിട്ട് വന്ന് നിൽക്കുകയും ഇതിനാക്കും എല്ലാം വെച്ചോണ്ട് ഇന്നൊക്കെ ഉണ്ടാക്കുന്ന ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വിദ്യയൊക്കെ ഇന്നൊക്കെ നല്ലപോലെ പറയുന്നുണ്ട്. നല്ലപോലെ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വിദ്യയൊക്കെ സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഉള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഈ കണ്ണ് വീഴിക്കാനും കണ്ണ് തെളിയിക്കാനും ഒന്നുമില്ല. കണ്ണ് വീഴിക്കാനും കണ്ണ് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോണും കൊണ്ടിങ്ങനെ നടക്കുക. ഇവന്മാരെ പിടിച്ചാൽ മതി. ഇവന്മാരെ പിടിച്ചാൽ അറിയാം ഇവന്മാരുടെയൊക്കെ കയ്യിൽ എന്തൊക്കെ വിടലിന്റെ ആപ്പുകളായിരിക്കുന്നതെന്ന്. പത്മജൻ എന്ന് പറയുന്ന അവന്റെ ഫോണിനകത്ത് എന്തെല്ലാം അവൻ എത്ര നേരം ഇങ്ങനെ ഫോണും കൊണ്ടിരിക്കുന്നതെന്നുള്ളത് സ്ക്രീൻ ടൈം നോക്കിയാൽ മതി. അവന്റെ ഇങ്ങനെ ഇരിപ്പാ ജോലി. പിന്നെ ആരാ ഈ രാത്രി ഇവിടെ അടുത്ത് ഇങ്ങനെ ഫോണും കൊണ്ടിരിക്കുന്നതെന്ന്? ഈ ഫോണും കൊണ്ട് ഈ രാത്രി ഇവിടെ അടുത്ത് ആരാ ഇരിക്കുന്നത്? 75 മീറ്റർ റൂമിൽ ഇരിപ്പാ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ജോലിയൊന്നുമില്ല. നമ്മുടെ വൈഫൈ ഇതാക്കുക, വൈഫൈ ലീക്കാക്കുക, പല പല വേലകളാണ്. എല്ലായിടത്തും ഇരുന്നുണ്ട് വൈഫൈ സൗകര്യം ലീക്കാവാനും. വൈഫൈ TV ഡാറ്റയും ഉണ്ട്. നമുക്ക് അപ്ലോഡ് ആവത്തില്ല. വൈഫൈ ലീക്കാക്കുക, അപ്ലോഡ് ആവത്തില്ല. ഇതെല്ലാം എടുത്തിട്ടുണ്ട് തെളിവായിട്ട്. ചുമ്മാ എന്ന് പറയുന്നില്ല, എല്ലാം തെളിവായിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ നെറ്റ്വർക്ക്, എന്തോ നെറ്റ്വർക്കാ വെയിറ്റിംഗ് ഫോർ നെറ്റ്വർക്ക് പോലും. അതുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സാധനമന്ത്രം എന്നുള്ളത് ഞാൻ എടുത്തിരുന്നുണ്ട്. അന്നേരം വെയിറ്റിംഗ് ഫോർ നെറ്റ്വർക്ക് പോലും. എന്തോ നെറ്റ്വർക്കിന് വെയിറ്റാ? എന്റെ വീട്ടിൽ കിടന്ന് സാധനമന്ത്രത്തിൽ കിടന്ന് ഉറങ്ങി എന്റെ അപ്ലോഡ് ആവത്തില്ലെന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ നെറ്റ്വർക്ക് പോലും. എന്താ പറയുന്നത്? സകല രീതിയിലും മനുഷ്യനെ ദ്രോഹിക്കല്. കാശം കൊണ്ട് 500 എഴുതി കൊടുത്തിട്ട് നെറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാശ് 500 എങ്ങോട്ട് എണ്ണി കൊടുത്തിട്ടാ ഇത് നെറ്റ് ഉപയോഗിക്കാനാ. എന്റെ ഫയലൊക്കെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനാ ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ പൈസ കൊടുക്കുന്നത്. 500 രൂപ കൊടുക്കുന്നത്. ചുമ്മാ അല്ല. മൊബൈലിൽ നെറ്റ്വർക്ക് മൊബൈലിനും എയർടെല്ലുകാർക്കും പൈസ കൊടുക്കുന്ന അതിനാ മാസം തോറും 300-ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു ദിവസം ആവില്ല. നെറ്റ്വർക്ക് പോലും വെയിറ്റിംഗ് ഫോർ നെറ്റ്വർക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ നെറ്റ്വർക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കൊടുക്കാം. ഇതൊരു നെറ്റ്വർക്ക് വെയിറ്റിംഗ്. കഥ ഉണ്ടാക്കണം. ഞാൻ ആരാണ്ടര കൂടെ കിടന്നുറങ്ങുന്നു. എങ്ങാണ്ട് പോയി 3 ക്യാമറ ഇവിടുത്തെയാ. വേറെ വീട്ടിൽ പോയെന്നൊക്കെ കഥകളാ. ഇതെല്ലാം കഥകളാ. പുതിയ കഥകളാ. കണ്ടടമൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. എനിക്കെന്റെ വീടുണ്ട്. കണ്ടടമൊന്നും ഇറങ്ങാനല്ല. എന്റെ വീടോട്ട് വിൽക്കാനുമല്ല. വിൽക്കാനും പഠിക്കാനും ഒന്നുമല്ല. എന്റെ ഒരു സൈഡ് സ്ഥലവും. കൊടൂരേറ്റ വിറ്റപ്പോൾ നല്ലപോലെ ഇൻഷുറൻസ് ഒക്കെ അടിച്ചു. അതൊന്നും നടക്കുക. കൊടൂരേറ്റ വിറ്റപ്പോഴേ 1.5 ലക്ഷം മാത്രം ബാങ്കിൽ കൊടുത്തിട്ട് ബാക്കി കുറെ ഇൻഷുറൻസ് ഒക്കെ അടിച്ച് കുറഞ്ഞ വിലക്ക് വിറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് അടിച്ചു. ഇങ്ങനെ നടക്കുക. ഇപ്പം കുറെ എണ്ണം
ഡീസന്റ് മുക്കിന്റെ അവിടെ പൈലറ്റ് വന്നത് എല്ലാം ഇരിപ്പുണ്ട്, എല്ലാം നമുക്ക് എടുപ്പിക്കാം. ഡീസന്റ് മുക്കിന്റെ അവിടെ എല്ലാം ഇരിപ്പുണ്ട്. കൂട്ടക്കാർ പറയുന്ന ഡീസന്റ് മുക്കിന്റെ അവിടെ പൈലറ്റ് വന്നത് എല്ലാം അറിയാം. ഡീസന്റ് മുക്കിന്റെ അവിടെ നേരത്തെ വന്നതൊക്കെ നമ്മൾ എടുപ്പിക്കാം. ഡീസന്റ് മുക്കിന്റെ അവിടെ എല്ലാം എടുപ്പിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പറഞ്ഞതെല്ലാം ഇരിപ്പുണ്ട്. നീ പറയുന്നതെല്ലാം എന്റെ തെളിവായിട്ട് ഇരിപ്പുണ്ട്. നീ തെളിയിക്കേണ്ടി വരും. ഇതിനും തെളിയിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനും തെളിയിച്ചിട്ട് ഇതിനെക്കൊണ്ട് ഞാൻ തെളിയിക്കാം. അവനെ ഇതുപോലെ എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചതാ. അവനെ ഇതുപോലെ മുക്കുവിനെ ബ്ലോക്ക് ചെയ്യാൻ പലതും നോക്കി. മുക്കുവിന്റെ അച്ഛനെ ഞാനെന്തോ പറഞ്ഞു. എന്തെല്ലാം കഥകളാണ് പറയുന്നത്. സുബ്രഹ്മണ്യം ഇവനെങ്ങനെ അറിയാം മുക്കുവിനെ? ഇവൻ മുക്കുവിന്റെ അച്ഛനെ അമ്മയൊക്കെ ഇവന് അറിയാവോ? അപ്പൊ എന്തോ ഇവൻ പറയുന്നത് ഇപ്പം അറിയുന്നല്ലോ. ഇവനെ കൊണ്ട് ഞാൻ തെളിയിപ്പിക്കും. പറയുന്നതെല്ലാം നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആരാ നമ്മളെ കാര്യം നിരക്കാൻ? കൊറേ പറയുന്നുണ്ട്. കൊറേ അനാവശ്യം നമ്മളെ പറയുന്നുണ്ട്. സുബ്രഹ്മണ്യം എന്ന് പറയുന്ന കൊറേ അനാവശ്യം. ഒരു അനാവശ്യമൊക്കെ ആയിരിക്കട്ടെ. കൊറേ അനാവശ്യം പറയുന്നുണ്ട്. അനാവശ്യം തന്നെ പറയും. അനാവശ്യം തന്നെ കഥയുണ്ടാക്കല. സ്വാമി കമ്പി വഴിക്കുണ്ട്. കമ്പി വഴിക്കും എന്റെ കാലെടുത്തോണ്ട് പോകത്തേ ഉള്ളൂ. കമ്പി വഴിക്ക് സ്വാമി ഇങ്ങോട്ട് വരാൻ ഞാനെ ഇവിടെ കമ്പി വടി എടുത്തോണ്ട് വരാൻ സ്വാമി സൂര്യൊക്കെ 323 നമ്പർ സെന്റിക്ക് വരുന്നെങ്കിൽ അവിടെ മണി അടിച്ചേക്ക് പോയാൽ മതി. അല്ല ഇവിടെ കമ്പി വടി അടിവാടിക്കാൻ വന്നുള്ള കഥയൊന്നും ഇതൊന്നും ഉണ്ടാക്കണ്ട. കഥ ഉണ്ടാക്കിയ കേട്ടിട്ടാ പറയുന്നത്. ഉമ്മാണ് പറയുന്നത്. സുബ്രഹ്മണ്യന്റെ കഥ കേട്ടിട്ടാ പറയുന്നത്. സുബ്രഹ്മണ്യനോട് ചോദിക്കണം ആരാ കഥയുണ്ടാക്കാൻ? കഥയൊക്കെ വെച്ച് വേറെ വല്ലയിടത്ത് പോയി ഉണ്ടാക്കിയാൽ മതി. സുബ്രഹ്മണ്യന്റെ കഥകൾ ഇതിന്റെ കഥകൾ കുറെ ഉണ്ട്. അവനിങ്ങനെ എഴുതിച്ചിരിക്കുക കഥകളൊന്ന് പിടിച്ചു പോകാൻ കുറെ. എന്നിട്ട് പറയുന്നത് അയ്യോ ഞങ്ങളവനെയൊന്ന് വാൺ ചെയ്ത് മറ്റേതാന്നാ പറയുന്നത്. വാൺ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്ന പറയുന്നത്. എന്നിട്ട് പിന്നെ വീട്ടില്ല ഇതിനെ കൊണ്ട് ഓരോന്ന് കഥ പറയിപ്പിക്കുന്നത് കള്ളും കഞ്ചാവും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ കഥ പറയിക്കുക. എന്റെ അതുപോലെ കള്ളു കുടിക്കുക. 5-6 തവണയല്ലോ പോയി നല്ല ശരിക്കും അടിച്ചുകൊണ്ട് വരുന്നത്. ആർക്ക് കുഴയുന്ന രീതിയിലായിരുന്നു അടിച്ചുകൊണ്ട് വന്നേച്ച് നമ്മളെ ചീത്ത വിളിക്കുന്നത്. പണി തോന്നിയാസം തന്നെയാ പറയുന്നത്. എന്തെല്ലാം തോന്നിയാസം പണി തോന്നിയാസം പറയുന്നത് എന്റെ ഇരിപ്പുണ്ട്. മോളെ ആര് കൊടുത്തു ഈ കയ്യിൽ മോളെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഇവനങ്ങ് മോളെ എന്ന് വിളിക്കാം. ഇവിടെ ആരാമേ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ നമ്മുടെ മോളെ എന്ന് വിളിക്കാന്? നമുക്ക് വിളിക്കാൻ അവകാശമില്ല. ഇവനങ്ങ് നമ്മളെ തെളിവിക്കാവുന്ന കുറെ സംബന്ധം ഇതൊക്കെ നടക്കുന്നു. കുറെ സംബന്ധം എനിക്ക് ആരാ? എന്റെ അച്ഛൻ ചത്ത് കിടന്നപ്പം എന്റെ അച്ഛന്റെ മുഖം പോലും കാണാൻ കേറാത്തവന്മാരാ പ്രധാനമന്ത്രിയിലുള്ളവന്മാര്. എന്നിട്ട് ഇതൊക്കെ ആരാ മകളെ? എന്റെ അച്ഛന്റെ മുഖം കാണാത്തവന്മാരാ ചത്ത് കിടന്നപ്പം. ഇതൊക്കെ നമ്മളെ ഭരിക്കാൻ വരുന്നത്. ഇതൊക്കെ ആരാ ഇതിനൊക്കെ? എന്റെ അച്ഛനെ 3 വയസ്സ് മുഴുവനിക്കകത്ത് പീഡിപ്പിച്ച് കൊന്നവന്മാര് ഭരിക്കാൻ വരുന്ന ഇവന്മാര് നമ്മളെ പീഡിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നു. പിന്നെ പീഡിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നു ഇവന്മാര്.